ഇടയ്ക്കിടയ്ക്ക് വാർത്തകൾ കേൾക്കുന്നതാണ് ഷോർട്ട് സർക്യൂട്ട് മൂലം തീപിടുത്തം ഉണ്ടായി എന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇതൊരു സബ്സ്ക്രൈബർ എനിക്ക് അയച്ചു തന്ന ചോദ്യമാണ്. ഈ ചോദ്യത്തിന്റെ തുടക്കം തന്നെ എഴുതിയിട്ടുണ്ട്, ഇന്ന് രാവിലെ സംഭവിച്ച ഒരു അപകടത്തെക്കുറിച്ച്. ഒരു കുടുംബത്തിലെ 5 അംഗങ്ങൾ തീപിടുത്തം കാരണം മരണപ്പെട്ടു. തീപിടുത്തത്തിന്റെ കാരണം ഷോർട്ട് സർക്യൂട്ട് ആണെന്നാണ് പ്രാഥമിക നിഗമനം. അതുകൊണ്ട് തന്നെ ആണ് ഈ ചോദ്യങ്ങൾക്ക് ഇന്ന് പ്രസക്തി കൂടുന്നത്. ഇതിലുള്ള പല ചോദ്യങ്ങൾക്ക് ഉത്തരം ഞാൻ ഇതിന് മുന്നേ തന്നെ ചാനലുകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇന്ന് അതിൻ്റെ ഇമ്പോർട്ടൻസ് വളരെയധികം ആയതുകൊണ്ട് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായിരിക്കും ഈ വീഡിയോയിൽ. ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല, വീഡിയോയിലേക്ക് കിടക്കാം. ഹായ്, ഞാൻ അമൃത് ശിശിർ, ഇലക്ട്രിക്കൽ കൺസൾട്ടൻറ്റ്. വെൽക്കം ടു മൈ ചാനൽ ശിശിരം എഞ്ചിനീയറിംഗ് സർവീസ്. വീഡിയോയുടെ ഇൻട്രോയിൽ പറഞ്ഞ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായിരിക്കും ഈ വീഡിയോയിൽ. എന്തുകൊണ്ടാണ് ഷോർട്ട് സർക്യൂട്ട് മൂലം തീപിടുത്തം ഉണ്ടാകുന്നത്? ഇതിന് ഉത്തരം പറയുന്നതിനെക്കാട്ടും മുന്നേ ആദ്യം ഷോർട്ട് സർക്യൂട്ട് എന്താണെന്ന് എല്ലാവർക്കും പറഞ്ഞു തരേണ്ട അത്യാവശ്യമായിട്ട് കാര്യം. ഷോർട്ട് സർക്യൂട്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ വീട്ടിൽ വരുന്ന സിംഗിൾ ഫേസ് ലൈന് അഥവാ ഫേസ് ലൈനിൽ വരുന്ന 240 വോൾട്ട് ആണ്. ഈ 240 വോൾട്ടും നമ്മുടെ ന്യൂട്രലും തമ്മിൽ ടച്ച് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ 240 വോൾട്ട് ഫേസ് ലൈനും എർത്തും തമ്മിൽ ടച്ച് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ 240 വോൾട്ട് നമ്മുടെ എർത്തിലേക്ക്, നമ്മുടെ ശരീരം വഴിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പദാർത്ഥത്തോടെ എർത്തിലേക്ക്, ഭൂമിയിലേക്ക് പ്രവഹിക്കുമ്പോൾ ആണ് ഷോർട്ട് സർക്യൂട്ട് സംഭവിക്കുന്നത്. ഇവിടെ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ, ഇത്തരം ഹൈ വോൾട്ടേജ് ഒരു ലോഡിലൂടെ അല്ലാതെ നേരെ ഭൂമിയിലേക്കോ അല്ലെങ്കിൽ ന്യൂട്രലിലേക്കോ പോകുമ്പോൾ ഹൈ കറണ്ട് ജനറേറ്റ് ചെയ്യുകയും വളരെയധികം ചൂട് ഉണ്ടാക്കുകയും ഈ ചൂട് കാരണമാണ് തീപിടുത്തം പോലുള്ള അപകടങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെയാണ് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവുന്നതെന്ന് 1 by 1 ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ഷോർട്ട് സർക്യൂട്ട് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി അല്ലേ? ഫസ്റ്റ്, ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവാനുള്ള ഒരു കാരണം ഓവർലോഡിംഗ് ആണ്. ഓവർലോഡിംഗ് എന്ന് പറയുമ്പോൾ ഒരു കേബിളിന് താങ്ങാവുന്ന ഒരു കറണ്ട് കപ്പാസിറ്റി ഉണ്ട്. അതിൽ കൂടുതൽ കറണ്ട് കടത്തി വിടുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഉണ്ടാക്കുന്ന ചൂടിന്റെ അളവ് കൂടും. ഇത്തരം ചൂട് കൂടുമ്പോൾ ഓവർലോഡിംഗ് കാരണം, ഈ ചൂട് കാരണം ഇതിന്റെ മുകളിലുള്ള കേബിൾ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, കോപ്പർ വയറിന്റെ മുകളിൽ ഒരു ഇൻസുലേഷൻ ലെയർ കൊണ്ടാണ് ഇതിന്റെ പ്രൊട്ടക്ഷൻ നിർമ്മിച്ചിരിക്കുന്നത്. ഈ ചൂട് കാരണം ഇൻസുലേഷൻ ഡാമേജ് ആവുകയും ഈ 2 കോപ്പർ വയർ അഥവാ ഫേസും ന്യൂട്രലും, അല്ലെങ്കിൽ ഫേസും എർത്തും, അല്ലെങ്കിൽ ഫേസും നമ്മുടെ ഭൂമിയിലേക്കും ചുമര് വഴിയും മറ്റും ഭൂമിയിലേക്ക് പ്രവഹിക്കുമ്പോഴാണ് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവുന്നത്. ഇങ്ങനെയാണ് ഓവർലോഡിംഗ് വഴി ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവുന്നത്. നെക്സ്റ്റ് ഒരു പോസിബിലിറ്റി ഉള്ളത് ലൂസ് കണക്ഷൻ കാരണം. ലൂസ് കണക്ഷൻ കാരണം എങ്ങനെയാണ് ഷോർട്ട് സർക്യൂട്ട് അല്ലെങ്കിൽ തീ പിടിക്കാനുള്ള ഒരു സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ലൂസ് കണക്ഷൻ ഉണ്ടാവുമ്പോൾ അവിടെ നിരന്തരമായി സ്പാർക്കുകളും ഉണ്ടാകും. അത്തരം സ്പാർക്കുകൾ ഉണ്ടാകുമ്പോൾ അവിടെ ഒരു ഹീറ്റ് ജനറേറ്റ് ചെയ്യും. ഈ ഹീറ്റ് ഇൻസുലേഷൻ ഡാമേജ് ചെയ്യുകയും ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവാം. നെക്സ്റ്റ് ഒരു പോസിബിലിറ്റിയാണ് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവുന്നത് കേബിളിന്റെ ഇൻസുലേഷൻ ലോ ക്വാളിറ്റി. വാങ്ങുമ്പോൾ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് കേബിൾ അല്ലെങ്കിൽ പഴയ സ്റ്റോക്ക് കേബിളൊക്കെ വാങ്ങുമ്പോൾ കുറച്ച് കാലം കഴിയുമ്പോൾ തന്നെ ഇൻസുലേഷന്റെ ക്വാളിറ്റി കുറഞ്ഞ് അത് പൊടിഞ്ഞു പോകാനും പൊട്ടിപ്പോവാനൊക്കെ തുടങ്ങും. അങ്ങനെ വരുമ്പോൾ ബെയർ ആയിട്ടുള്ള കോപ്പർ വയർ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഒരു പോസിബിലിറ്റി ഉള്ളത്, നമ്മൾ കേബിളിംഗ് ചെയ്തു വെച്ചത് എലിയോ ഉറുമ്പോ ചെതലോ വന്ന് അരിച്ച് അതിന്റെ ഇൻസുലേഷൻ കട്ടാവുകയും അതിലൂടെ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവാനുള്ള സാധ്യത. പിന്നെ ഒരു പോസിബിലിറ്റി ഉള്ളത് മോശം ഇൻസ്റ്റലേഷൻ രീതികൾ അഥവാ എക്സ്പീരിയൻസ് കുറഞ്ഞ അല്ലെങ്കിൽ തീരെ ശ്രദ്ധയില്ലാതെ ഇൻസ്റ്റലേഷൻ കാരണം. അതായത് കേബിൾ വലിക്കുമ്പോൾ ശക്തിയായി അതിൻ്റെ ഇൻസുലേഷൻ അവിടെ ഇവിടെയും കട്ടാവുകയും, അതേപോലെ തന്നെ കേബിൾ നല്ല രീതിയിൽ ടൈറ്റായി കണക്ട് ചെയ്യാതെ ലൂസ് കണക്ഷൻ ഉണ്ടാവുകയും, ഇങ്ങനെയുള്ള വർക്ക്മാൻഷിപ്പ് അല്ലെങ്കിൽ ഒരു ചെയ്ത ഇലക്ട്രീഷ്യൻ്റെ കുഴപ്പം കാരണം ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇതൊക്കെയാണ് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവാനുള്ള പ്രധാന കാരണം. ഈ ഷോർട്ട് സർക്യൂട്ട് കാരണം തീയിലേക്ക് പടരാനുള്ളത് നമ്മൾ ഈ പറഞ്ഞ എല്ലാ കാര്യത്തിലും നമ്മൾ പറഞ്ഞപ്പോൾ ഷോർട്ട് സർക്യൂട്ട് നമുക്ക് പറഞ്ഞു ആദ്യം തന്നെ ചൂട് ജനറേറ്റ് ചെയ്യും. ആ ചൂടാണ് നമുക്ക് തീയിലേക്ക് മാറുന്നത്. ഈ തീയിലേക്ക് മാറാൻ വേണ്ടി 2 പോസിബിലിറ്റി ഉണ്ട്. ഒരിക്കലും ഒരു ചൂട് തീയിലേക്ക് മാറാൻ വേണ്ടി നമുക്ക് കത്തിപ്പിടിക്കാവുന്ന മെറ്റീരിയൽ വേണം. എന്താണ് തീ കത്തിപ്പിടിക്കാനുള്ള മെറ്റീരിയൽ? മിക്ക വയറുകളിലും കത്തിപ്പിടിക്കാനുള്ള മെറ്റീരിയൽ നോർമൽ ലോ ക്വാളിറ്റി വയർ ആവുമ്പോൾ അതിന്റെ ഇൻസുലേഷൻ തന്നെ ഒരു സർട്ടൻ ചൂടിന് ശേഷം തീ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അതാണ് ഫയറിനുള്ള പ്രാഥമികമായിട്ടുള്ള ഒരു കാരണം. ഇതല്ലാതെ ഒരു പോസിബിലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വയറിംഗ് ചെയ്ത സ്ഥലത്ത് പൊടിയോ ഡസ്റ്റോ കാരണം, പഞ്ഞി പോലുള്ള പെട്ടെന്ന് തീ പിടിക്കാനുള്ള സാധനം കാരണം ഈ ചൂടിൽ തട്ടി തന്നെ തീ പടരാൻ ശ്രമിക്കുന്നു. ഈ തീ പഞ്ഞിയിലൂടെയോ മറ്റേ പരുത്തിയിലൂടെയോ തുണിയിലൂടെയോ പടർന്ന് പിന്നെ മേജർ ആയിട്ടുള്ള ഒരു തീ വരാനുള്ള, ഇതാണ് സെക്കൻഡ് പോസിബിലിറ്റി. പിന്നെ ഒരു മാക്സിമം ഒരു ഏരിയയിൽ ഇത്തരം ഷോർട്ട് സർക്യൂട്ട് കാണുന്നത് എക്സ്റ്റൻഷൻ ബോർഡ് യൂസ് ചെയ്യുമ്പോഴാണ്. ഒരുപാട്
ദൂരത്തേക്ക് എക്സ്റ്റൻഷൻ ബോർഡ് അലക്ഷ്യമായി ഇടുമ്പോൾ അവിടെ ഷോർട്ട് സർക്യൂട്ടും അതേപോലെ തന്നെ പരുത്തിയും തുണിയും ഒക്കെയുള്ള സാധനങ്ങൾ വരാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. അങ്ങനെ വരുമ്പോൾ തീ പിടിക്കാനുള്ള കാരണം വളരെ അധികമാണ്. ലൂസായിട്ടുള്ള എക്സ്റ്റൻഷനും വളരെ ലെങ്തി ആയിട്ടുള്ള എക്സ്റ്റൻഷൻസ് ഒക്കെ യൂസ് ചെയ്യുമ്പോഴും ഒരു പോസിബിലിറ്റിയാണ്. ഇപ്പോൾ നമ്മൾ പല ടൈപ്പിലുള്ള പോസിബിലിറ്റീസ് ഡിസ്കസ് ചെയ്തു. ഐ ഹോപ്പ് ഈ ചോദ്യങ്ങൾക്ക് ഞാൻ വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരം നൽകാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. എനിക്കറിയാവുന്നതാണെങ്കിൽ വ്യക്തമായി ഞാൻ ഉത്തരം പറയാൻ ശ്രമിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ടെക്നിക്കൽ ആയിട്ടുള്ള ഇലക്ട്രിക്കൽ ഡിസൈൻസും ഡ്രോയിങ്സും കൺസൾട്ടൻസിയും ആവശ്യമുണ്ടെങ്കിൽ താഴെയുള്ള നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂടുതൽ ആളുകൾക്ക് ഈ വീഡിയോ എത്തിക്കാൻ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റ് വളരെ വിലപ്പെട്ടതാണ്. നിങ്ങളുടെ ഓരോ കമൻറ്റിനും അനുസരിച്ചിട്ട് നമുക്ക് വീഡിയോയിൽ കണ്ടന്റ് എന്തൊക്കെയാണ് ചേർക്കേണ്ടതെന്ന് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും. തീർച്ചയായും നിങ്ങൾക്ക് ആവശ്യമുള്ള ടോപ്പിക്കുകളും ഈ വീഡിയോയിലുണ്ടായ സംശയങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഇലക്ട്രിസിറ്റിയെയും ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റിനെയും ഇതിൽ മാറി വരുന്ന ടെക്നോളജിയെയും പറ്റി കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയുമായി വീണ്ടും കാണും വരെ ഗുഡ് ബൈ.